ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീക്ക് ടെക് ലോകത്ത് നടന്നിട്ടുള്ള ലീക്സ്, റൂമേഴ്സ്, ന്യൂസുകൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ന്യൂസ് രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സീരീസാണ് സൺഡേ ടെക് ടൈം എന്ന് പറയുന്നത്. എല്ലാ ഞായറാഴ്ചയും 8 മണിക്ക് മുന്നായിട്ട് മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എനിവേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത്. വലിച്ചു നീട്ടുന്നില്ല, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് പലരും ചോദിക്കാറുണ്ട് ഇനി ഓഫർ സെയിൽ എപ്പോഴാണ് എന്നുള്ളത്. ആമസോണിന്റെ സൈഡിൽ നിന്നുള്ള ഓഫർ സെയിൽ ഈ മാസം 20-ാം തീയതി 21-ാം തീയതി പ്രൈം ഡേ സെയിൽ എന്നുള്ള ഒരു ഓഫർ സെയിൽ വരുന്നുണ്ട്. മെയിൻലി ഫോർ പ്രൈം കസ്റ്റമേഴ്സിനാണ്, അതായത് പ്രൈമിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. SBIയുടെ കാർഡ്, ICICIയുടെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000, 1500, 2000 രൂപയുടെ ഒക്കെ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കാം. ആപ്പിളിന്റെ 16 സീരീസുകൾ വരാനായിട്ട് അധികം സമയമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് മുന്നായിട്ട് പല ലീക്സ് ആൻഡ് റൂമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൊട്ടയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അവസാനം വന്നിട്ടുള്ള ഒരു ലീക്കാണ് അല്ലെങ്കിൽ ഒരു റൂമറാണ് എല്ലാ മോഡലുകളിലും iPhone 16, 16 പ്ലസ്, പ്രോ മാക്സ് എല്ലാത്തിലും A18 ബയോണിക് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആയിരിക്കുമെന്ന് പറയുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ പ്രോ മോഡലുകൾക്ക് പ്രോ ചിപ്സെറ്റ്, നോൺ പ്രോ മോഡലുകൾക്ക് പഴയ ചിപ്സെറ്റ് എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ആയിരിക്കില്ല. ഇപ്രാവശ്യം എല്ലാത്തിലും A18 ബയോണിക് എന്ന് പറയുന്നതായിരിക്കും. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അത് ഈ പറയുന്ന എല്ലാ 16 മോഡലുകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഇവരുടെ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിനെല്ലാത്തിനും സബ്സ്ക്രിപ്ഷൻ ബേസിൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമാണ് ആ AI ഫീച്ചേഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നും ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അതിൻ്റെ താരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ലീക്കായിട്ട് ഇങ്ങനെ എയറിൽ നടക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. എന്തായാലും വരട്ടെ. ആപ്പിളാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ ബേസിലായിരിക്കാം ആ ഒരു AI ഫീച്ചേഴ്സ് കിട്ടാനായിട്ട് പോകുന്നത്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ പലരും ചിരിക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് യൂസേഴ്സ്. സാംസങ് ഗാലക്സി AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതും 2025 വരെ ഫ്രീ ആയിട്ട് തരുള്ളൂ. അതിനുശേഷം പേ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബേസിൽ ഗാലക്സി AI ഫീച്ചേഴ്സ് കിട്ടുള്ളൂ എന്നുള്ളത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. സോ ആരും പേടിക്കേണ്ട, മാക്സിമം നമ്മളെ കൊണ്ട് അത് യൂസ് ചെയ്യിപ്പിക്കുക, നമ്മളത് അഡിക്റ്റഡ് ആക്കുക. അതിനുശേഷം ഇനി ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പൈസ തരേണ്ടതായിട്ട് വരും. നമ്മളെ പിഴിയാന്ന് പറഞ്ഞില്ലേ, പറ്റിച്ച് പിഴിയാന്ന് പറയില്ലേ, ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. മോട്ടറോളയുടെ സൈഡിൽ നിന്നുള്ള ഫ്ലിപ്പ് ഫോണായിട്ടുള്ള മോട്ടറോള Razr 50 Ultra എന്ന് പറയുന്ന ഫോൺ 4-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും 15,000 രൂപ കൂടുതലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. 9,000 അല്ല, 95,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 90,000 രൂപയ്ക്ക്, അതായത് 5,000 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു 80,000 രൂപയ്ക്കാണ് കേട്ടോ. ഒരൊറ്റ വേരിയന്റിലേ വരുന്നുള്ളൂ. 12 GB റാം, 512 GB ഇന്റേണൽ മെമ്മറി, സ്നാപ്ഡ്രാഗൺ 8S Gen 3യുടെ ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലിപ്പാണ്, അത്രമാത്രമേ പ്രത്യേകതയായിട്ടുള്ളൂ. പിന്നെ AI ഫീച്ചേഴ്സ് ആസ് യൂഷ്വൽ. ഇനി അതാണ് AI ആണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മാർക്കറ്റിംഗ്, എന്താ പറയുക, അത് വെച്ചിട്ടേ ഈ മാർക്കറ്റ് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. അതേപോലെ മോട്ടറോള സൈഡിൽ നിന്ന് G85 എന്ന് പറയുന്ന ഫോൺ ഈ മാസം 10-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ 20,000 രൂപയ്ക്ക് താഴെ ഒരു മോട്ടറോള ഫോണും കൂടിയും വരുന്നുണ്ട്. വരട്ടെ, ബാക്കി അപ്പം നോക്കാം. അതേപോലെ മോട്ടറോള Edge 50 സീരീസിൽ ഒരു ഫോണും കൂടിയും വരുന്നുണ്ട്. ഇപ്രാവശ്യം അൾട്ര ഇല്ല, പ്രോ ഇല്ല, ഫ്യൂഷനും ഇല്ല, ഒന്നുമില്ല. മോട്ടറോള Edge 50 യൂറോപ്പിൽ ഈ മാസം ഇറങ്ങുമെന്നാണ് ഞാൻ വായിച്ചത്. ഇന്ത്യയിൽ എന്തായാലും ഈ മാസം എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം ഓൾറെഡി Razr 50 Ultra അതേപോലെ G85 എന്ന് പറയുന്ന 2 ഫോണുകൾ ഈ മാസം ഇന്ത്യയിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ മറ്റൊരു ഫോണും കൂടി മോട്ടറോള ഇന്ത്യയിൽ ഇറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ അടുത്ത മാസം പകുതിക്ക് മുന്നായിട്ട് മോട്ടറോള Edge 50 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. ലാവ ബ്ലേസ് X എന്ന് പറയുന്ന ഫോൺ ഈ മാസം 10-ാം തീയതി ആമസോൺ വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ്. ഇത് ലാവ ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ ലാവ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോണാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കിഡിലൻ ലുക്ക് എന്ന് പറഞ്ഞാൽ കിഡിലൻ ലുക്ക്. ഇതിനി റിയൽ ലൈഫിൽ നമ്മളുടെ കയ്യിലോട്ട് വരുമ്പോഴും ഈ ഒരു ഫിനിഷ്, ഈ ഒരു ഡിസൈനൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വരും. എനിവേ Dimensity 7050 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. 64 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ മാസം 10-ാം തീയതി ആമസോൺ വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറെ കാലമായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന OnePlus Nord 4 ഈ മാസം 16-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുള്ള കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഡിസൈനിൽ ഒരു ചേഞ്ച് ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം
ആ ഒരു വെർട്ടിക്കൽ ഡിസൈൻ മാറ്റിയിട്ട് ഇങ്ങനെ സ്റ്റാക്ക് നീളത്തിൽ വെക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ കംപ്ലീറ്റ് മെറ്റൽ ആയിരിക്കും കേട്ടോ. മെറ്റൽ എന്നാണ് നോഡ് എന്ന് പറയുന്ന ആ ഒരു മെറ്റൽ ഡിസൈനിലുള്ള ഒരു ഇൻവിറ്റേഷനാണ് പലർക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രെയിമും ബാക്കും ഒക്കെ ഒരു മെറ്റൽ ഫിനിഷിൽ വരാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. എന്തായാലും സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ആണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി ഈ മാസം 16-ാം തീയതി അറിയാം. മെറ്റ ത്രെഡ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രെഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എത്ര പേർക്ക് അത് അറിയും എന്നുള്ളത് അറിയില്ല. എന്തായാലും എക്സ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ നമ്മുടെ ട്വിറ്റർ, അതിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മെറ്റയുടെ സൈഡിൽ നിന്ന്, അതായത് ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ ഒരു ത്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. എനിവേ ആ ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ട് 1 കൊല്ലമായി എന്നും അതിൽ 175 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് എന്നാണ് അവരുടെ CEO ഇപ്പോൾ പറയുന്നത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് എന്താ ഒരു സുഖം തോന്നുന്നില്ല ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട്. എനിവേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സാംസങ് ഗാലക്സി S24 FE എന്ന് പറയുന്ന ഫോൺ ഉണ്ടല്ലോ, അത് വരും വരില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആയി അത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫൈനലി ആ ഒരു ഫോൺ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് ഗ്ലോബലി ലോഞ്ച് ഉണ്ടായിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് Exynos 2400 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. പോയി, അതോടുകൂടി തന്നെ പോയി. പിന്നെ ഗാലക്സി AI ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസൈൻ S24 എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ആ ഒരു മെറ്റൽ ഫ്രെയിമിന് പകരം ഒരുപക്ഷെ പ്ലാസ്റ്റിക് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വേറെ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. പ്രൈസിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S23 FE ഉണ്ടല്ലോ, അതിന് 49,999 രൂപയായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോണിന് നമുക്ക് 59,999 രൂപ എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും സാംസങ് ഗാലക്സി S24 FE എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ വരുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും കാത്തിരിക്കുന്ന സാംസങ് ഗാലക്സി M35 എന്ന് പറയുന്ന ഫോൺ, അതായത് മോൺസ്റ്റർ 35, ആ ഒരു ഫോണിന്റെ ലോഞ്ച് ഈ മാസം 17-ാം തീയതി ഉണ്ടായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് സെയിൽ ആമസോൺ പ്രൈം ഡേ ഉണ്ടല്ലോ 20-ാം തീയതി, അന്നായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. M34ന്റെ, അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള M34ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത് നല്ല ഫോണായിരുന്നു കേട്ടോ. പക്ഷെ അതിലൊരു നോച്ച് ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം ആ ഒരു കുറവുകളൊക്കെ തിരുത്തി സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്, അതും 5 ഹോൾ ടൈപ്പ് ആണ് ഈ ഒരു M35 കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ പോയാലും ചിപ്സെറ്റ് Exynos 1380 അല്ല 1340 ഒക്കെ ആയിരിക്കും. പോയി, അതോടുകൂടി പോയി. എന്തായാലും M35 ഈ മാസം 17-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഹോണറിന്റെ സൈഡിൽ നിന്നുള്ള 200 സീരീസുകൾ ഈ മാസം 18-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോണറിന്റെ ഫോണുകളൊക്കെ നല്ലത് തന്നെയാണ്, നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള ഫോണുകളാണ്. പക്ഷെ അതിന്റെ പ്രൈസാണ് പ്രശ്നം. ഒരു ഇരട്ടിയൊക്കെ കൊടുക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ 20,000 രൂപയുടെ ഫോണിന് 40,000 രൂപ, 40,000 രൂപയുടെ ഫോണിന് 80,000 രൂപ, അങ്ങനെയൊക്കെയാണ് അവരുടെ പ്രൈസ് ലിസ്റ്റിംഗ് വരുന്നത്. എനിവേ 2 ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഹോണർ 200 ആൻഡ് 200 Pro എന്ന് പറയുന്ന ഫോണുകൾ. എന്തായാലും 18-ാം തീയതി വരട്ടെ, ബാക്കി അപ്പോൾ നോക്കാം. സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് A06 എന്ന് പറയുന്ന ഒരു ഫോണും അധികം വൈകാതെ ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പല സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റുകളിലും ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിവേ ഇതൊരു 4G ഡിവൈസ് ആണ്. അതുകൂടാതെ 5000 mAh ബാറ്ററി ഒക്കെ വരുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോൺ. ഇന്ത്യയിലോട്ട് നോക്കുകയാണെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപയ്ക്കൊക്കെ താഴെയാണ് ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഷവോമിയുടെ സൈഡിൽ നിന്ന് അടുത്ത വരാനായിട്ട് പോകുന്ന ഫോൾഡബിൾ ഫോൺ ആയിട്ടുള്ള മിക്സ് ഫോൾഡ് 4 എന്ന് പറയുന്ന ഫോണിന്റെ ലീക്ക്ഡ് ഇമേജുകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഇമേജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ബാക്കി വരട്ടെ. ഇന്ത്യയിലോട്ട് ഈ ഒരു ഫോൾഡ് ഫോണുകൾ ഷവോമിയുടെ സൈഡിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ മാസം 12-ാം തീയതി ഹോണറിന്റെ സൈഡിൽ നിന്ന് 1, 2, 3, 4 പ്രൊഡക്റ്റുകളാണ് ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അവരുടെ ഫോൾഡ് കാറ്റഗറിയിൽ വരുന്ന, അതായത് V സീരീസിൽ വരുന്ന 2 ഫോണുകൾ, മാജിക് V3, മാജിക് VS3 എന്ന് പറയുന്ന 2 ഫോൾഡ് ഫോണുകൾ, പിന്നെ മാജിക് പാഡ് 2 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്, മാജിക് ബുക്ക് Art 14 എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ്, അങ്ങനെ 4 പ്രൊഡക്റ്റുകളാണ് ഈ മാസം 12-ാം തീയതി ഹോണറിന്റെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊന്നും ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നില്ല കേട്ടോ, ചൈനയിലേക്ക് മാത്രം. iQന്റെ ഏറ്റവും വില കുറഞ്ഞ 5G ഫോണായിട്ടുള്ള iQ Z9 Lite ഈ മാസം 15-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. Dimensity 6300 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 10,000 രൂപയ്ക്ക് താഴെയാണ്, അല്ലെങ്കിൽ 10,000 രൂപയാണ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച വിവോയുടെ സൈഡിൽ നിന്ന് T3 Lite എന്ന് പറയുന്ന ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു iQ വെർഷൻ അല്ലെങ്കിൽ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് iQ Z9 Lite എന്ന് പറയുന്നത്. സോ ആ ഒരു T3 Liteന്റെ പ്രൈസ് 10,000 രൂപയായിരുന്നു. ഇതിൻ്റെ പ്രൈസും 10,000 തന്നെ ആകും. എന്തായാലും 15-ാം തീയതി
ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സാംസങ് പുതിയൊരു പാറ്റന്റ് എടുത്തിട്ടുണ്ട്. അതായത് ഫോൾഡബിൾ ഡിവൈസിൽ ഡിറ്റാച്ചബിൾ കീബോർഡ് പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിവൈസാണ് ഇത്. ഫോണാണോ ടാബ്ലറ്റ് ആണോ എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ഡിവൈസിനുള്ള ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജിക്കുള്ള ഒരു പാറ്റന്റ് സാംസങ് എടുത്തിട്ടുണ്ട്. എന്തായാലും 1-2 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും എന്താണ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വരട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും പുതിയൊരു ഇന്നോവേഷൻ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. CMF ഫോൺ 1 അതിന്റെ ലോഞ്ച് ഇവന്റ് നാളെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. അതിന്റെ സ്പെക്കും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അതിന്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അത്തരത്തിലുള്ള വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെ ഫോണിന് മൊത്തത്തിൽ പവറപ്പ് ചെയ്യുന്നത് Dimensity 7300 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. അതുകൂടാതെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 20,000 രൂപയ്ക്ക് താഴെ തന്നെയാണ് ആ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി 20,000 രൂപയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാനലിൽ ആ ഫോണിന്റെ കംപ്ലീറ്റ് യൂസ്ഡ് അൺബോക്സിങ് എല്ലാ വീഡിയോസും ഉണ്ടായിരിക്കും. സോ CMF ഫോൺ 1നെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. സോ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ CMF ഫോൺ 1 നാളെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാണ് അതിന്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് അന്ന് തന്നെ ഞാൻ വാങ്ങുന്നുണ്ട്. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള 2024 ഏറ്റവും വലിയ ഇവന്റ് ആയിട്ടുള്ള അൺഫോൾഡ് 2024 ഈ മാസം 10-ാം തീയതി, അതായത് വരുന്ന ബുധനാഴ്ചയാണ് നടക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പ്രൊഡക്റ്റുകൾ, അവരുടെ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ, ഗാലക്സി റിങ്, വാച്ച്, അൾട്രാ വാച്ച്, ഇയർബഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. സോ ഈ മാസം 10-ാം തീയതി അതായത് ബുധനാഴ്ചയാണ് ആ ഒരു ഇവന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ട്. അത്രയും പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. സോ ഒരു സെപ്പറേറ്റ് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. ഇനി ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി തപ്പിപ്പിടിച്ച ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു സൺഡേ എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.